സോ മകളെ നമ്മള് ഒരു സ്റ്റോറി കേൾക്കാം. ഓക്കെ, നിങ്ങളെ പോലെ ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഓക്കെ, അല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ഓക്കെ, അവന്റെ പേര് എന്തായിരുന്നെന്ന് അറിയാവോ? ടിൻഡുമോൻ. എന്തുവാ ടിൻഡുമോൻ അറിയാവോ? ആ ടിൻഡുമോൻ വേറെ ടിൻഡുമോൻ. ഓക്കെ, ആ ടിൻഡുമോൻ ഇപ്പൊ പഠിച്ച് ഡിഗ്രി ഒക്കെ പാസ്സായി. ഓക്കെ, സോ ടിൻഡുമോൻ. ഓക്കെ, ടിൻഡുമോൻ എന്ത് ചെയ്തെന്ന് അറിയാവോ? ഇതേപോലെ ഒരു ദിവസം ടിൻഡുമോൻ ഇങ്ങനെ സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ടിൻഡുമോന് ഭയങ്കര ആഗ്രഹം. നിങ്ങക്ക് ആഗ്രഹങ്ങളുണ്ടോ? ഉണ്ടോ? എവിടെ പോകാനാ നിങ്ങക്ക് ആഗ്രഹം? എവിടെ പോകാനാണ് ആഗ്രഹം? ഗോവ. മറന്നായോ? നൈസായിട്ട് സ്ഥലം മാറ്റി. ഓക്കെ, മക്കൾ എവിടെയൊക്കെ പോകാൻ ആഗ്രഹം? എവിടെ പോകാൻ ആഗ്രഹം? തായ്ലൻഡ്. പക്ഷേ വീട്ടിൽ നിന്ന് സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. മക്കൾ എവിടെ പോകണം? ഓക്കെ, മക്കൾ എവിടെ പോകാനാ ഇഷ്ടം? ലണ്ടൻ പോകണം. ഇടുക്കി, UK, യുണൈറ്റഡ് കൊച്ചി. പിന്നെ എവിടെ പോകണം? മക്കൾക്ക് എവിടെ പോകണം? മോൻ എവിടെ പോകണ്ട? കാസർഗോഡ് പോകണം. മോൻ എവിടെ പോകണം? അവന്റെ സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, സോ മനസ്സിലായില്ല മേ ബി ലോക്കൽ. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തിൽ പോകാൻ താല്പര്യമുണ്ട് അല്ലേ? വേറെ എവിടെയെങ്കിലും വേറെ ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ പോകാൻ ആഗ്രഹമുണ്ടോ? എവിടെ പോകണം? സ്വർഗത്തിൽ പോകാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? മക്കളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം? ഹലോ, സ്വർഗത്തിൽ പോകാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ട്? എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ നമ്മുടെ ടിൻഡുമോൻ എവിടെ പോകണം? സ്വർഗത്തിൽ പോകണം. അങ്ങനെ ടിൻഡുമോൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി എന്തെന്ന് അറിയാമോ? ഭയങ്കര ഉത്സാഹമായി ടിൻഡുമോൻ സ്വർഗത്തിൽ പോകണം. ടിൻഡുമോൻ എന്ത് ചെയ്തു? നമ്മൾക്ക് ഇപ്പൊ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പാരന്റ്സിനോടൊക്കെ പറയും, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യും അല്ലെ? അപ്പൊ ടിൻഡുമോൻ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നപ്പോ ടിൻഡുമോന്റെ മോളെ മലക്കിക്കാവോ ഒരാള് മകളെ. അപ്പൊ ടിൻഡുമോൻ എന്ത് ചെയ്തു? കൂട്ടുകാരനോട് പറഞ്ഞു, ടിൻഡുമോന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞു, എനിക്ക് എവിടെ പോണം? എവിടെ പോണം? സ്വർഗത്തിൽ പോണം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ടിൻഡുമോന്റെ കൂട്ടുകാരൻ പറഞ്ഞു, എടാ ഈ സ്വർഗം എവിടെയാണെന്ന് അറിയാമോ? ഈ നമ്മൾ മൂന്നാർ പോകത്തില്ലേ, ആ റൂട്ടിൽ അങ്ങ് ആ മലയുടെ മേളിൽ ചെന്നാൽ നിങ്ങൾക്ക് എവിടെ എത്താം? സ്വർഗത്തിൽ പോവാം. ഓക്കെ, അപ്പൊ ഈ മൂന്നാർ പോകണമെങ്കിൽ എങ്ങനെ പോകും? എന്ത് വണ്ടിക്ക്? ബസ്സിന് പോവാം അല്ലേ? അപ്പൊ ടിൻഡുമോന്റെ ലൈസൻസ് ഇല്ലല്ലോ കുഞ്ഞിക്കൊച്ചല്ലേ. അപ്പൊ ടിൻഡുമോൻ പറഞ്ഞു, അന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബസ്സിന് പോവാം. അപ്പൊ ടിൻഡുമോൻ നേരെ ഒരു ബസ് പിടിച്ചു. ഓക്കെ, ടിൻഡുമോൻ ബസ് പിടിച്ചിട്ട് ടിൻഡുമോൻ എങ്ങോ പോവാ? മൂന്നാറിലേക്ക് പോവാം. മൂന്നാറിലേക്ക് ബസ്സിൽ കയറി. അപ്പൊ ബസ്സിൽ കയറുമ്പോ നല്ല കാഴ്ചയൊക്കെ ഉണ്ടല്ലേ? നല്ല കാറ്റുണ്ട്, നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ടിൻഡുമോൻ എന്ത് ചെയ്യുക? ഒക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയി മൂന്നാറൊക്കെ എത്താറായപ്പോ കണ്ടക്ടർ ഉണ്ടാവുമല്ലോ, അങ്ങളോട് പറഞ്ഞു, അങ്ങളെ എന്നെ എവിടെ കൊണ്ടാക്കണം? ഇവിടെ ആക്കണം. എവിടെ പോകാനാ കയറി വണ്ടിയില്ലേ? സ്വർഗത്തിൽ പോവാൻ അല്ലേ? അപ്പൊ എന്നോട് കണ്ടക്ടറോട് അങ്ങളോട് പറഞ്ഞു, എന്നെ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ കൊണ്ടുവന്ന് ഇറക്കണം, എന്നൊന്ന് അവിടെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞു. അപ്പൊ കണ്ടക്ടർ അങ്ങൾ പറഞ്ഞു, മോനെ ഈ വണ്ടി എങ്ങോട്ട് പോകത്തില്ല, സ്വർഗത്തിൽ പോകത്തില്ല, നമ്മൾ ഈ മൂന്നാർ വരെ പോകത്തുള്ളൂ. സ്വർഗം എന്ന് പറയുന്നത് ഭൂമിനെക്കാളും കുറെ ഉയരത്തിലാണ്. ഓക്കെ, അപ്പൊ മോന് ഇതിൽ പോയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബസ്സിൽ പോയി കഴിഞ്ഞാല് എത്തത്തില്ല. ബസ്സിൽ പോയതോ? ബസ്സിൽ പോയ സ്വർഗത്തിലെത്തോ? ഇല്ല. അപ്പൊ പറഞ്ഞു, നിനക്ക് പോണെങ്കിൽ നിനക്ക് അടുത്തൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നീ എവിടെ പോകണം? പ്ലെയിന് പോകണം. പ്ലെയിൻ കണ്ടിട്ടുണ്ടോ? എറോപ്ലെയിൻ കണ്ടിട്ടുണ്ടോ? എറോപ്ലെയിന് എന്തോരം ഈ റോട്ടിൽ കൂടെയാണ് എറോപ്ലെയിൻ പോണേ. പിന്നെ സ്കൈയിലൂടെ. ഓക്കെ, എത്ര ഫീറ്റ് വരെ എറോപ്ലെയിൻ പോകുന്നത്? നോ, more than that. 3,500. ഓക്കെ, ഏകദേശം ഒരു 35,000 സംതിങ് ആ ഒരു ഫീറ്റ് പോ 40,000 ആ ഒരു റേഞ്ചിലാണ് എറോപ്ലെയിൻ. അങ്ങനെ ഓക്കെ, ഏകദേശം ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്? എറോപ്ലെയിൻ പോകുന്നത്. അപ്പോ ടിൻഡുമോൻ ഇപ്പൊ എവിടെ കയറി?
എയറോപ്ലെയിനിൽ കയറാൻ വേണ്ടി എവിടെ വരണം? റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ മതിയോ? എയർപോർട്ടിൽ പോകണം. അങ്ങനെ ടിന്റുമോൻ എവിടെ ചെന്നു? എയർപോർട്ടിൽ ചെന്നു. ടിന്റുമോൻ പാസ്പോർട്ടൊക്കെ എടുത്തു, സെറ്റായി പോവാ. അങ്ങനെ നേരെ പ്ലെയിനിൽ കയറി. പ്ലെയിൻ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ ഈ മേളിൽ പോകാൻ പോലെ. അപ്പൊ ടിന്റോ ഇനി അതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്കവിടെ പോവാം, സ്വർഗത്തിൽ പോവാം. അങ്ങനെ ടിന്റുമോൻ എന്ത് ചെയ്തെന്നറിയാമോ? പതിയെ ഇതിനകത്ത് കയറി. ഇത് കയറി പ്ലെയിനിൽ കയറി, എയറോപ്ലെയിനിൽ കയറി. എയറോപ്ലെയിനിൽ കയറിയിട്ട് ടിന്റുമോൻ പറഞ്ഞു ഇങ്ങനെ ടിന്റു കയറി ഇങ്ങനെ കാഴ്ച കാണോ നല്ല മേഘങ്ങള്, ഇങ്ങനെ മേഘങ്ങളുടെ മേളിൽ കൂടി ഇങ്ങനെ പയ്യെ ഇങ്ങനെ പറന്നു പോകാം. നല്ല രസമായിരിക്കും അല്ലേ? അല്ലെ? ബസ്സിനൊക്കെ പോണേക്കാളും നല്ലൊരു ഫീൽ ആയിരിക്കും ഇങ്ങനെ വെളിയിൽ കൂടി പോവാൻ. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ പ്രശ്നം കഴിഞ്ഞപ്പോ ടിന്റുമോൻ നൈസായിട്ട് അവിടെ നിന്നിട്ട് പൈലറ്റ് അംഗിൾ വന്നു. പൈലറ്റ് അംഗിൾ ഉണ്ടായിരുന്നു. നൈസായിട്ട് പൈലറ്റ് അംഗിൾ എടുത്ത് എവിടെയാണ് പൈലറ്റ് ഇരിക്കണേ? കോക്പിറ്റിൽ. അവിടെ ചെന്നു. അവിടെ കയറാൻ പറ്റത്തില്ല. പക്ഷെ ടിന്റുമോൻ പെർമിഷൻ എടുത്തിട്ട് അവിടെ ചെന്നിട്ട് പൈലറ്റ് അംഗിളോട് പറഞ്ഞു, അങ്കിളെ എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് എന്ത് ലാൻഡ് ചെയ്യിക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ പൈലറ്റ് അംഗിൾ പറഞ്ഞു സ്വർഗത്തിലേക്ക് എന്ത് ചെയ്യത്തില്ല, ഇത് പോകത്തില്ല. പ്ലെയിൻ എവിടെ പോകത്തില്ല? സ്വർഗത്തിൽ പോകത്തില്ല. ഇത് 40,000 താഴേക്ക് എന്ത് ചെയ്യത്തുള്ളൂ? പ്ലെയിൻ പോകത്തുള്ളൂ. സോ നിനക്ക് ഇതിനേക്കാൾ മുകളിലാണ് എന്താ സ്വർഗം ഇരിക്കുന്നത്. പ്ലെയിൻ പോകുന്നതിന് ഒരു പരിധിയുണ്ട്. അതിന്റെ മുകളിലാണ് എന്തിരിക്കുന്നത്? സ്വർഗം ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോകണമെങ്കിൽ നിനക്ക് പ്ലെയിന് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്തിനു പോകാൻ പറ്റത്തില്ല? ഈ പ്ലെയിനിൽ പോയാല് നിനക്ക് എവിടെ എത്തൂല? സ്വർഗത്തിൽ എത്തൂല. ഇനി എന്ത് ചെയ്യണം? റോക്കറ്റിൽ പോകണം. അപ്പൊ പൈലറ്റിനോട് അന്നൊരു കാര്യം ചെയ്യും, നീ എന്നെ ഒന്ന് താഴെ തന്നെ കൊണ്ട് ഇറക്കി. എവിടെയാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ട് ഒന്ന് ലാൻഡ് ചെയ്യില്ല. ഞാൻ ഇനി അവിടുത്തെ റോക്കറ്റിന് നോക്കണം. ഇനി ഇതിന്റെ മേളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ടിന്റുമോൻ തിരിച്ചെന്ത് ചെയ്തു? നാട്ടിൽ ലാൻഡ് ചെയ്തു. ഇനി എവിടെ പോകണം? റോക്കറ്റിൽ പോകണം. എവിടെ പോകാനാ? അങ്ങനെ ടിന്റുമോൻ നാട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിട്ട് നാട്ടിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് നമ്മുടെ റോക്കറ്റ് ഈ സ്പേസിലൊക്കെ വിടുന്ന സംഭവം ഉണ്ടല്ലോ, അവിടെ ചെന്നിട്ട് അതിന്റെ വെരിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ടിന്റുമോൻ ഒരു ആസ്ട്രോണറ്റിന്റെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോവാ. ഓക്കെ, അപ്പൊ അവിടെ ഒരു ആസ്ട്രോണറ്റിനെ കണ്ടിട്ടില്ലേ ഉടുപ്പൊക്കെ ഇട്ടിട്ട്? ഓക്കെ, അപ്പൊ അവര് വന്നു. അപ്പൊ ഇതിനകത്ത് കയറിയിട്ട് അതിനകത്ത് യാത്ര ചെയ്യാൻ വേണ്ടി കയറി ഇങ്ങനെ അതിൽ പോവാ. ഇങ്ങനെ പോണേ ഈ റോക്കറ്റിലൂടെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പോണേ. അപ്പൊ റോക്കറ്റിലേക്ക് വിടാം. റെഡി, സ്റ്റാർട്ട് പറഞ്ഞ റോക്കറ്റിലൂടെ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇങ്ങനെ മേളിൽ പോയി. അപ്പൊ ടിന്റുമോൻ ഇപ്പൊ എങ്ങോട്ട് പോവാ? സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് എന്തിനാ കയറിക്കണേ? റോക്കറ്റ്. അങ്ങനെ ടിന്റുമോൻ പയ്യെ താഴെ ഇരുന്നിട്ട് ടിന്റുമോൻ ഇപ്പൊ റോക്കറ്റിൽ കയറിയിട്ട് ടിന്റുമോൻ എവിടെ പോവാ? സ്വർഗത്തിൽ പോവാ. അപ്പൊ റോക്കറ്റ് ഇങ്ങനെ ഇരുന്ന് ടിന്റുമോൻ പോവാ. റോക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇതാ റോക്കറ്റ് അല്ലേ? ഇങ്ങനെ റോക്കറ്റ് കണ്ടിട്ടുണ്ടോ? ഈ റോക്കറ്റിൽ ടിന്റുമോൻ ഇങ്ങനെ പറന്നു പോവാ. അപ്പൊ ടിന്റുമോൻ എന്ത് ചെയ്യുന്ന അറിയാമോ? നമ്മുടെ ആസ്ട്രോണറ്റ് ഉണ്ടാവല്ലോ അതിനകത്ത് ഓഫീസറിനോട് പറഞ്ഞു, എന്നെ എന്ത് ചെയ്യണം? ഒന്ന് സ്വർഗത്തിലൊന്ന് എന്നെ ഇറക്കിയേക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോ അപ്പൊ പുള്ളി പറഞ്ഞു, മോനെ ഇത് എവിടം വരെ പോകത്തില്ല? സ്വർഗത്തിൽ വരെ പോകത്തില്ല. ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. സ്വർഗം എന്ന് പറയുന്നത് അതിനേക്കാളും ഉയരത്തില്ല. ഇതിന് പോയാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പോവാൻ എത്തത്തില്ല എന്ന് പറഞ്ഞു. അപ്പോ ടിന്റുമോൻ ഭയങ്കര സങ്കടം അല്ലേ? നമുക്കൊരു ആഗ്രഹം വന്ന് നടന്നില്ലെങ്കിൽ ഭയങ്കര സങ്കടമാവില്ലേ? ടിന്റുമോൻ എത്ര എഫേർട്ട് ഇട്ടല്ലേ? അപ്പൊ ടിന്റുമോൻ ടിന്റുമോന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ടിന്റുമോനെ നിനക്ക് ബസ്സിൽ പോയാൽ എത്തത്തില്ല, പ്ലെയിന് പോയാൽ എത്തത്തില്ല, റോക്കറ്റിന് പോയാൽ എത്തത്തില്ല. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. നിനക്ക് എങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ? സ്വർഗത്തിൽ നമുക്ക് എങ്ങനെ പോകാൻ പറ്റും? സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഒരാളെ വിശ്വസിക്കണം. ആരെ വിശ്വസിക്കാൻ പറ്റും? യേശുപ്പച്ചൻ അല്ലെ? യേശുപ്പച്ചൻ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വന്നു. അപ്പൊ നീ എന്ത് ചെയ്യണം? യേശുപ്പച്ചനെ വിശ്വസിച്ച് കഴിഞ്ഞാല് നിനക്ക് എന്ത് ചെയ്യാം? സ്വർഗത്തിൽ പോവാം. യേശുപ്പച്ചൻ എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്നു. നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തന്റെ രക്തം നമുക്ക് വേണ്ടി തന്നു, ജീവനെ നമുക്ക് വേണ്ടി തന്നു. ആ യേശുപ്പച്ചനെ നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോവാം, സ്വർഗത്തിൽ പോവാം. അങ്ങനെ ടിന്റുമോൻ എന്ത് ചെയ്തെന്ന് അറിയാവോ? ഈ യേശുപ്പച്ചനെ വിശ്വസിച്ചു. ഓക്കെ, ഈ യേശുപ്പച്ചനെ വിശ്വസിച്ച സമയത്ത് ടിന്റുമോൻ ഇപ്പൊ മനസ്സിലായി, റോക്കറ്റിൽ പോയാലും ബസ്സിന് പോയാലും പ്ലെയിന് പോയാലും എത്തത്തില്ല. പക്ഷെ യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ എവിടെ എത്താൻ പറ്റും? സ്വർഗത്തിലെത്തും. ഇഷ്ടപ്പെട്ടോ?